1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയല്ല. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞതല്ലാ, ഞാൻ ചെയ്തത് പാപമാണ് പടച്ചവന്, സമ്മതിച്ചു പടച്ചവന്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, എന്നെ ഉമറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പറഞ്ഞപ്പോ അല്ലാഹു ആ മനുഷ്യന്റെ തൗബ സ്വീകരിച്ചടോ. ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്ന് ചരിത്രം പറയുമ്പോ സഹോദരാ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയടാ പൊന്നുമോനെ. എന്റെ പെങ്ങളോട് പറയുകയാണ്, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട, ഒരു അസ്തഗ്ഫിറുല്ലാഹ് മതി. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പടച്ചവനെ ഞാൻ സമ്മതിക്കുന്ന തമ്പുരാന്, എനിക്കൊന്ന് പുറത്തു തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് തൗബയാടോ. ഒരു അസ്തഗ്ഫിറുല്ലാഹും തൗബയാടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ പടച്ചറപ്പിന്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ടേ മോള്. അപ്പം ചോദിക്കും, ഉസ്താദേ ഞാൻ ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ നിസ്കാരം മുടക്കിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ, നിന്റെ അല്ലാഹുവാണെന്നറിയുമോ പൊന്നുമോരെ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. പടച്ചവനെ, പാപം ചെയ്തിട്ട് തൗബ ചെയ്യാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, ഇമാം ശാഫി തങ്ങളൊരു ചരിത്രം പറയുകയാ. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. പാപം ചെയ്തിട്ട് തൗബ ചെയ്യാൻ മടിക്കുന്ന യുവത്വമേ, മഹാനായ ഇമാം ശാഫി തങ്ങളൊരു ചരിത്രം പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ കടന്നു വരികയാണ്. പ്രവാചകന്റെ വീട്ടിലേക്ക് ഉമർ തങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവേ, ഉമർ തങ്ങൾ കരയുകയാണ്. ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റി ഉമർ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്ത് പ്രയാസമാണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരയുന്നു നബിയേ. വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവന്റെ കരച്ചിൽ കണ്ടപ്പോ കരഞ്ഞു പോയി നബിയേ. അവന്റെ സങ്കടം കണ്ടപ്പോ കരഞ്ഞു പോയി നബിയേ. ആരാ പറയുന്നത്? ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ തങ്ങള്, കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ തങ്ങള്. ഇബ്ലീസിന് പോലും ഉമറിനെ പേടിയാണ്. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടന്നു വരാറില്ല. ആ ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ? അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, മോനെ എന്തിനാ കരയുന്നത്? എപ്പോഴും ദുആ ചെയ്യുന്ന സമയത്ത് വല്ലാത്ത കരച്ചിലാണല്ലോ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നവനാ. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ആ ജനാസ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുപോയി. അതാ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ.
എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുകയാണ്. അങ്ങനെ ഖബറിന്റെ മുകളിൽ പലക നിരത്തി മണ്ണ് വാരിയിട്ട് ഖബറടക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. ആ മയ്യത്തിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ്. അങ്ങനെ പടച്ചവനെ എന്തുകൊണ്ടാണ് അവസാനം പോകുന്നതെന്നറിയോ? അവസാനം പോകുമ്പോ ഖബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാ. എന്നിട്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. രാത്രിയായി കഴിഞ്ഞ നാട്ടുകാര് മുഴുവനും ഉറങ്ങിയെന്ന് മനസ്സിലാകുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച ഖബറിന്റെ ചാരത്തേക്ക് പാതിരാത്രിയിൽ കടന്നു ചെന്നിട്ട് ആ പച്ചമണ്ണങ്ങ് വെട്ടിമാറ്റുകയാണ്, പലകയെടുത്ത് മാറ്റുകയാണ്. ആ ഖബറിനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, ഞാനത് അടിച്ചെടുക്കും നബിയേ. എന്നിട്ട് പലക നിരത്തി മണ്ണ് വെട്ടിയിടുകയാണ്. ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊരു കള്ളനാണ് നബിയേ. മയ്യത്തിന്റെ കഫം തുണി മൂട്ടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാ നബിയേ. ഞാൻ കള്ളനാ നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പിന്നെയും നിന്ന് കരയുകയാണ്, വല്ലാതെ നിലവിളിക്കുകയാണ്. നബി തങ്ങൾ അവിടുന്ന് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, ഇതിനേക്കാളും വലിയ പാപം ചെയ്തവനാ നബിയേ. എന്നെ പോലെ ഒരു പാപം ഈ ലോകത്താരും ചെയ്തിട്ടില്ല നബിയേ. അല്ലാഹു ആർക്ക് പുറത്തു കൊടുത്താൽ എനിക്ക് പുറത്തു തരില്ല നബിയേ. ഞാൻ അത്രയും വലിയ കൊടും അപരാധിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്ന് കരയുമ്പോ അവിടെന്ന് ചോദിച്ചു, അത്ര വലിയ പാപം എന്താണ് നീ ചെയ്തത്? ഒരിക്കലും പൊറുക്കാത്ത എന്ത് പാപമാ ചെയ്തത്? ഏ ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുകയാ, എന്റെ നാട്ടിലൊരു ചെറുപ്പക്കാരിയായ കാണാനഴകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് എന്റെ നാട്ടിൽ മരണപ്പെട്ടു നബിയേ. അവളുടെയും ജനാസ അവിടെന്ന് കുളിപ്പിക്കുകയാണ്. അവിടെന്ന് കഫം പൊതിഞ്ഞോ, പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞോ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ആ പെണ്ണിന്റെ ജനാസ ഖബറടക്കി നബിയേ. ആ ഖബറിന്റെ മുകളിൽ ഞാനും അടയാളം വെച്ച് മടങ്ങി നബിയേ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. രാത്രിയായപ്പോ സാധാരണ പോകുന്നത് പോലെ ഞാനുമതാ പള്ളിപ്പറമ്പിലേക്ക് കടന്നു ചെന്നു. ആ ഖബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റുകയാണ്, പലകയെടുത്തു നിരത്തുകയാണ്. പടച്ചവനെ, ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരുന്ന കഫം തുണിയുണ്ടല്ലോ, ഞാൻ ഓരോന്നായി അടിച്ചെടുത്തു നബിയേ. അവിടുത്തെ കഫം തുണികൾ അടിച്ചെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, അതാ ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന സുന്ദരിയായ ആ പെണ്ണിന്റെ നഗ്ന ശരീരം കണ്ടപ്പോ എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. ഞാൻ ആ മയ്യത്തിനെ കേറി പിടിച്ചു നബിയേ.
ഉമർ തങ്ങൾ അവിടെ നിന്ന് പിടഞ്ഞു വീഴുകയാണ്. ഉമർ തങ്ങൾ തളർന്നു വീണടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. സാധാരണ പാപമല്ല, പടച്ചവനെ മരിച്ച് കബറടക്കിയ പെണ്ണിന്റെ കബറ് മാന്തിയിട്ട് ആ കബറിനകത്ത് വെച്ചൊരു ചെറുപ്പക്കാർ ഒരു മരിച്ചുപോയ പെണ്ണിനെ വ്യഭിചരിച്ചിരിക്കുകയാണ്. എത്ര വലിയ പാപമാ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. നബി തങ്ങളുടെ കണ്ണുനീര് താടിരോമത്തിലൂടെ ഒഴുകുമ്പോ ആ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കരകടാ ചെറുപ്പക്കാരാ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പോയ പിഴവുകളല്ല നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയ്, നീ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയ്. അല്ലാഹു നിനക്ക് പുറത്തു തരുന്നവനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുക്ക് നബിയേ. അങ്ങയുടെ ദാസന്മാരോട് അനുയായികളോട് പറഞ്ഞു കൊടുക്ക് നബിയേ. അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാറ്, കള്ള് കുടിച്ചവനാണോ, വ്യഭിചരിച്ചവനാണോ, പലിശ തിന്നവനാണോ, വൃത്തികേട് ചെയ്തവനാണോ, പറയടാ ചെറുപ്പക്കാരാ. അല്ലാഹു ഗഫൂറാടാ, അല്ലാഹു റഹീമാ പൊന്നുമോനെ. എത്ര വലിയ പാപം പൊറുക്കുന്നവൻ അല്ലാഹുവാണ്. പറയേണ്ടത് പോലെ പറയ്, ഓരോന്നും എണ്ണി എണ്ണി പറയ്. പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ, പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളി വിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിരാഹേ എന്നെ. അല്ലാഹുവോട് പറയണം, നിന്നെക്കാരും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അല്ലാ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളെ നിന്റെ അടിമകളാണ്. പറ്റിപ്പോയതാണ് തമ്പുരാന്. അടിമകളെ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ? കൈവിടല്ലേ അല്ലാ. ദുനിയാവ് ചതിച്ചതാ അല്ലാ, ഇബ്ലീസ് പിഴപ്പിച്ചതാ അല്ലാ, അഹങ്കാരത്തോടെ ചെയ്തതല്ല അല്ലാ. നീ കണ്ടാലും എനിക്കൊന്നുമില്ല റബ്ബേ, നീ കണ്ടാലും എനിക്കൊന്നുമില്ല എന്ന അഹങ്കാരത്തോടെ ചെയ്തതല്ല. പറ്റിപ്പോയി നാഥാ, പുറത്തു തരണേ അല്ലാ. നരകത്തിലിടല്ലേ അല്ലാ. നരകം എനിക്ക് പേടിയാ അല്ലാ, മരണം എനിക്ക് പേടിയാ അല്ലാ, ഖബറെനിക്ക് പേടിയാ അല്ലാ. നാളെ പരലോകത്ത് എന്നെ പിടിച്ച് നിർത്തല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുമ്പോ ഒരു തുള്ളി കണ്ണുനീര് മതി സഹോദരാ. ചെറുപ്പക്കാരാ, ഒരു തുള്ളി കണ്ണുനീര് മതി മോനെ. അതിന്റെ വില നിനക്കറിയില്ല. മരിച്ച വീട്ടിൽ നിന്റെ വാപ്പ മരിച്ചപ്പോ നീ കരഞ്ഞല്ലോ, നിന്റെ ഉമ്മ മരിച്ചപ്പോ നീ കരഞ്ഞല്ലോ. ആ കണ്ണുനീര് കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ സഹോദരാ? സീരിയല് കണ്ട് കരയുന്ന പെങ്ങള്, സിനിമ കണ്ട് കരയുന്ന പെങ്ങള്, രോഗം പിടിച്ച് കരയുന്ന പെങ്ങള്, ആ കണ്ണുനീര് കൊണ്ട് നിനക്ക് പ്രയോജനമില്ലല്ലോ. എന്നാ
ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്നൊലിപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, പടച്ചവനെ ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ അല്ലാഹു തൂക്കുകയാ. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ അല്ലാഹു തൂക്കുകയാണ് പടച്ചവനെ. എന്നിട്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു അവിടെ നിന്ന് കൽപ്പിക്കുകയാണ്. സബാനിയത്തിന്റെ മലക്കുകള് ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണേ അല്ലാ. ആരാ പറയുന്നതെന്നറിയോ? അവന്റെ ഭാര്യയല്ല, അവന്റെ മക്കളല്ല, അവന്റെ കൂടപ്പിറപ്പല്ല, അവന്റെ മാതാപിതാക്കളല്ല. ആരാ പറയുന്നതെന്നറിയോ? ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ആ കണ്ണിലെ പീലിയുണ്ടല്ലോ, ആ കണ്ണിന്റെ മുകളിൽ കാണുന്ന രോമമുണ്ടല്ലോ, അവന്റെ കൺപീലിയില് ഒരു രോമം പറയുന്നു, അല്ലാ എനിക്കൊരവസരം തരണേ പടച്ചവര്, എനിക്കൊരു കാര്യം പറയണമല്ലോ. അല്ലാഹുവിനോട് സംസാരിക്കുകയാ. ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമാണ് സംസാരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയണം പടച്ചവന്. അല്ലാഹു അവിടെ നിന്ന് അനുവാദം കൊടുക്കുമ്പോ ആ രോമം പറയുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാ ഒരിക്കൽ ദുആ ചെയ്തപ്പോ, നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, മസറയെക്കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്ന് നനഞ്ഞു. അല്ലാ കരഞ്ഞില്ല സഹോദരാ, കണ്ണുനീര് വീണില്ല സഹോദരാ. ഇവൻ ജീവിതത്തിൽ ഒരിക്കല് മരണവും ഖബറും പറഞ്ഞപ്പോ, ദുആ ചെയ്തപ്പോ, ഉസ്താദന്മാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ അവനാ സദസ്സിലിരുന്നിട്ടൊന്ന് കരയുകയാണ്. എത്രയെന്നറിയുവോ? അവന്റെ കണ്ണിലെ ഒരു രോമം നനയുന്ന രീതിയിൽ എല്ലാ രോമവും നനഞ്ഞില്ല, അവന്റെ കണ്ണ് മുഴുവനും നിറഞ്ഞില്ല. ഒരു രോമം കരിയുന്ന ഒരു രോമം നനയുന്ന രീതിയിൽ അവന്റെ കണ്ണൊന്ന് നനഞ്ഞപ്പോ ആ രോമമാണ് പറയുന്നത്, അല്ലാ ഇവൻ കരഞ്ഞവനാ അല്ലാ, ഇവൻ കരഞ്ഞവനാ അല്ലാ. നിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോ, നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ, മസറയെ കുറിച്ച് പറഞ്ഞപ്പോ, ഹിസാബിനെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവേ മീസാനിനെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണിലെ ഒരു രോമം നനയുന്ന രീതിയിൽ ഇവനൊന്ന് കരഞ്ഞു. അല്ലാ അതുകൊണ്ട് റബ്ബേ ഇവനെ നരകത്തിലിടല്ലേ അല്ലാ. ആ കണ്ണിലെ ഒരു രോമം പടച്ചവനെ ആ മനുഷ്യന് സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കണ്ണിലെ ഒരു രോമം ഒരാളെ നന്മയും തിന്മയും തൂക്കി, എന്നിട്ട് ഇവൻ നരകത്തിൽ വലിച്ചെറിയാൻ വേണ്ടി വിധിക്കപ്പെട്ടു. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവന്റെ കണ്ണിന്റെ മുകളിലിരിക്കുന്ന ഒരു രോമം പറയും, പടച്ചവനെ എനിക്കൊരു കാര്യം പറയണം അല്ലാ, ഒരവസരം തരണം. അള്ളാഹു അവസരം കൊടുക്കുമ്പോ അവൻ പറയും, പടച്ചവനെ ഇവൻ ഒരിക്കൽ ഇവന്റെ കണ്ണൊന്ന് നനഞ്ഞല്ലാ. പടച്ചവനെ ഒന്ന് ദുആ ചെയ്തപ്പോ, ഉസ്താദന്മാരെ മരണവും ഖബറൊക്കെ പറഞ്ഞ് ദുആ ചെയ്തപ്പോ എല്ലാരും കരഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്ന് നനഞ്ഞു, ഒരു രോമം നനഞ്ഞു. ആ ഒരു രോമം ആ മനുഷ്യന് സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണോ തൗബ, അതാണ് കണ്ണുനീരിൻ്റെ വില. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ദുആ ചെയ്യുന്ന സമയത്ത് അതാ നബി തങ്ങൾ പറഞ്ഞത് കരയാൻ.
മരണവീട്ടിൽ പോയിരുന്ന് നിലവിളിക്കും. വല്ല കാര്യമുണ്ടോ? അവിടെ കരയാൻ പാടില്ല എന്നല്ലേ? രോഗം വരുന്നു കിടന്ന് നിലവിളിക്കും, അങ്ങനല്ല. നബിതങ്ങൾ പറഞ്ഞത് കരയാൻ പറഞ്ഞു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തുബുക്കൂ, നിങ്ങൾ കരാ. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ പറയുന്ന സമയത്തൊന്നും നമ്മൾ കരയൂല. എടോ, കരയാൻ പറയുന്ന സമയത്തൊന്നും കരയൂല. കരയാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് മുഴുവനും നിലവിളിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കരയാൻ പറഞ്ഞ സമയം എപ്പോഴാ? കരയാൻ പറഞ്ഞ സമയം എപ്പോഴാ? ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. നബിതങ്ങൾ പറഞ്ഞു ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. എടാ ചങ്ങാതി, ചെയ്തു പോയ പാവം ഓർത്തിട്ട് നിനക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിൽ ഫൈലം തബുകൂ ഫതബാകൂ, നീ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിനക്ക് കരച്ചൽ വരുന്നില്ലെങ്കിൽ ഒന്ന് അഭിനയിക്ക്. അതിന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണം. അള്ളാഹു നമുക്ക് കരയാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ചിലർ വാച്ച് ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. ചിലർ വാച്ചിന് നല്ലതുപോലെ നോക്കുന്നു, എന്നെയും നോക്കുന്നു. സിറാജെ 11:30 കഴിഞ്ഞു, എന്നിട്ട് നീ നിർത്തുന്ന പണിയൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് നമ്മുടെ ഉമ്മമാര് ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ സർവ്വ പാപങ്ങളും ഇവിടെ കഴുകിക്കളഞ്ഞ് ഹാജിയെ പോലെ ഇവിടെ നിന്നും മടങ്ങാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? ഉറക്കം ഒന്ന് പറ, ദുആ ചെയ്തൂടെ? നിങ്ങളൊക്കെ ഒന്ന് നേരെ ഇരുന്ന്, നിങ്ങളുടെയൊക്കെ ഇരുത്തം കണ്ടാ പടച്ചവനെ ഇപ്പം തീരണ പോലെ ക്ഷീണം അല്ലേ? എല്ലാവർക്കും വല്ലാത്ത ക്ഷീണം, വല്ലാത്ത പ്രയാസം. എടോ, നമുക്ക് തൗബ ചെയ്യാമെന്ന് പറയുമ്പോൾ പലരും പറയണം, സിറാജ് ഉസ്താദെ, അതിനെനിക്ക് ക്യാൻസർ ഇല്ലല്ലോ, എനിക്ക് ട്യൂമർ ഇല്ലല്ലോ, എനിക്ക് മാരക രോഗങ്ങളൊന്നും ഇല്ലല്ലോ, മരിക്കാൻ പറ്റിയതായി എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല, 30 40 50 ആയുള്ളൂ, പടച്ചോനെ എനിക്ക് മരിക്കാൻ സമയമായിട്ടില്ല എന്നൊരു ചിന്ത. എന്താ, ക്യാൻസർ വന്നവർ മാത്രമേ മരിക്കാറുള്ളൂ? കിഡ്നി രോഗികൾ മാത്രമേ മരിക്കാറില്ല? നിന്ന് നിപ്പിന് വീണ് മരിച്ചുകൊണ്ടില്ല മനുഷ്യന്മാർ. ഓരോ മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, രോഗങ്ങളൊന്നും വേണ്ടടോ, നിന്ന നിപ്പിന് വീണ് മരിച്ചു പോകുന്നു. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കത്തില്ല, ഉടനെയെങ്ങും മരിക്കില്ല എന്നുള്ളൊരു ചിന്ത. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? പറ കാക്കന്മാരെ, മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? ഒരടയാളം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയേണ്ടത് നിങ്ങളുടെ സമയമായോ എന്നല്ലേ? എടോ, നിനക്കും മരിക്കാൻ സമയമായോ ഇല്ലയോ എന്ന് നിനക്കറിയാനുള്ള ഒരടയാളം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒരടയാളം ഞാൻ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? ഉറക്കപ്പറ, വേണോ വേണ്ടേ? വല്ലവൻ്റെ മയ്യത്തും കണ്ട് കുളിപ്പിച്ച് കബറടക്കി നടന്നാൽ മതിയോ? നിനക്കും ഒന്ന് പോയി കിടക്കണ്ടേ? നിന്റെ മരണം അടുത്തോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ തലയിലെയോ താടിയിലെയോ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക, നിന്റെ തലയിലെയോ താടിയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടോ നോക്കുക. തലയിലെയോ താടിയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിക്കോ, നിന്റെ സമയമെടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പുറ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്ത് നരയ്ക്കുക? തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരണം അടുത്തെന്നാ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരാളെ ജോലിക്ക് നിർത്തി. എന്താ ജോലി? ഉമറിൻ്റെ അടുക്ക വന്നിട്ട് പറയണം, ഉമറെ നീ മരിക്കും കേട്ടോ, ഉമറെ നീ മരിക്കും കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്താൻ ഒരാളെ ജോലിക്ക് നിർത്തിയിരിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അപ്പം ഈ ചങ്ങാതി ചോദിച്ചു, എന്നെ എന്തിനാ പിരിച്ചുവിടണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടുന്നേ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, നിന്റെ ജോലി എന്താ? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലല്ലായിരുന്നോ? എനിക്ക് അടയാളം വന്നു, ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളിൻ്റെ ആവശ്യമില്ല, അടയാളം വന്നു. എന്താ അടയാളം? എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പം താടിയിലെ ഒരു രോമം നരച്ചപ്പോഴാണ് ഇത് പറഞ്ഞേ. ഈ ഇരിക്കണവരുടെ മുഖത്ത് ഇനി നരയ്ക്കാൻ വല്ലതും ഉണ്ടോയെന്ന് പോയി നോക്കിക്കേ. താടിയും നരച്ചു, തലയും നരച്ചു, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഞാൻ ഇനി 100 കൊല്ലം ജീവിക്കുമെന്ന് പറഞ്ഞ് നടക്കുക. അള്ളാഹു നമുക്ക് നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് തൂക്കിക്കൊണ്ട് വന്നത് ഏറ്റവും ചെറിയവൻ, അവനെക്കാളും വലിയ ബക്കറ്റ് എടുത്തുകൊണ്ടാവും വന്നേ. അൽഹംദുലില്ലാ,
ഈ ചെറുപ്പക്കാർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ആരും എന്തും പറയട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആരാ പറഞ്ഞ് നിങ്ങൾക്ക് സപ്പോർട്ടില്ല എന്ന്? എടാ ചെറുപ്പക്കാരെ, നിങ്ങൾ ഈ പരിപാടി വെച്ചപ്പോൾ എവിടുന്ന് വന്നു ഈ ജനങ്ങൾ? ഇത്രയും ആൾക്കാർ വന്നതിനേക്കാളും വലിയ അംഗീകാരം എന്താ? എടാ പറയേണ്ടവും പറഞ്ഞുകൊണ്ട് നടക്കും. നീ നിന്റെ കാര്യം നോക്ക്. കുടത്തിൻ്റെ വായ അടയ്ക്കാൻ പറ്റൂ, മനുഷ്യൻ്റെ വായ അടയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് പടച്ചവനെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ പരിഹസിക്കും, നമ്മളെ കളിയാക്കും. ആ സമയത്ത് നീ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ പീരീഡിൽ കാണണം. അതൊക്കെ അങ്ങോട്ട് കണ്ടാൽ മതി. അതങ്ങനെ എടാ നല്ലത് ചെയ്യുമ്പോഴേ പറയത്തുള്ളൂ. ഏതുപോലെ നമ്മൾ ഈ ചോദിക്കുന്നതിന് മറുപടി പറയാനോ അങ്ങനെ നിൽക്കരുത്. അൽഹംദുലില്ലാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരിഗണന തരുന്നില്ലെങ്കിൽ ഈ ജമാഅത്തിൻ്റെ ഈ ഇരിക്കണ പ്രായമുള്ളവരൊക്കെ എവിടെ നിന്ന് കിട്ടി? അത് നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് താങ്ങായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഈ പ്രായമുള്ളവരൊക്കെ ജമാഅത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം പരിപാടി കബീർ ബാക്കബിയുടെ പരിപാടി കഴിഞ്ഞു, എത്ര രൂപ കിട്ടിയെന്നാ പറഞ്ഞേ? ബാക്കി വന്ന് കിട്ടിയ പൈസ പാവപ്പെട്ട കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും കൊടുത്തു. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കഞ്ചാവ് അടിച്ചില്ലല്ലോ, ഗാനമേള നടത്തിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയെല്ലാം, അതല്ലാതെ ഉപേക്ഷിച്ച് കളയലല്ലടോ. ചെറുപ്പക്കാർ, ഞാൻ ചോദിക്കട്ടെ, നാളെയുടെ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി നിങ്ങളൊക്കെയാ, അല്ലാതെ ഈ ഇരിക്കണ വാപ്പമാർ എത്ര കാലം ഇരിക്കും? ഈ ഇരിക്കുന്ന പ്രായം, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ അകറ്റുകയാണ്. വളർന്നു വരുന്ന കുട്ടികളെ അകറ്റാനാണ് നോക്കുന്നത്. കാരണം അവരടുപ്പിക്കുന്നില്ല. ചിലപ്പോൾ അവൻ കീറിയ പാൻറ് ഇട്ടുകൊണ്ട് നടക്കും, മുടി വളർത്തി നടക്കും, ചിലപ്പോൾ പള്ളിയിൽ വരത്തില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് ദീനിലേക്ക് അടുപ്പിക്കുക. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ആ കുട്ടികളെ എഴുതി തള്ളിക്കളഞ്ഞാൽ പിന്നെ ആരവരെ നന്നാക്കുക? നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പള്ളി ആര് പരിപാലിക്കും? ആരാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്? അപ്പൊ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഞാൻ മംഗലാപുരം സ്ഥലത്ത് പോയി. മംഗലാപുരത്തൊരു സ്ഥലത്ത് വഅദിന് വിളിച്ചു, ഉസ്താദെ, എല്ലാ വർഷവും ഞങ്ങൾ ഫുട്ബോൾ കളിയാ വെക്കുന്നത്, ഉസ്താദ് വഅദിന് വരുമെങ്കിൽ ഞങ്ങൾ വഅദ് വരാക്കും. മംഗലാപുരത്ത് ബീച്ചിൽ അവർ പറഞ്ഞ എല്ലാ വർഷവും ഒരു ഫുട്ബോൾ കളിയാ വെക്കണേ. എന്നോട് ഉസ്താദ് വഅദിന് ഡേറ്റ് തരുമെങ്കിൽ ഞങ്ങൾ വഅദ് വെക്കാം. അപ്പൊ അൽഹംദുലില്ലാ, ആ ചെറുപ്പക്കാരാ ഒരു മനസ്സ് കാണിച്ചപ്പോൾ ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തു. അവർ വഅദ് വെച്ചു. വഅദ് കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ഒരു പള്ളി പണിയാനുള്ള പൈസ അവന്മാർ പിരിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, മക്കളെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നിങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, ആ കുട്ടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നു. ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. നീ കൊടുക്കുന്ന 10 രൂപ അവർക്ക് മുട്ടായി വാങ്ങാനുള്ളതല്ല. നീ കൊടുക്കുന്ന 10 രൂപ കൊണ്ട് നിനക്കാ പ്രയോജനം. അള്ളാഹിക്ക് പൈസ ഒന്നും വേണ്ട, അവന്മാർക്കും വേണ്ട. നീ കൊടുക്കുന്ന പൈസ കൊണ്ട് പ്രയോജനമാർക്കാ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, ദുരന്തങ്ങളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. നിന്ന നിപ്പിന് തീരുന്ന പ്രശ്നങ്ങളല്ലേ? എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാ സഹോദര. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? ഞാൻ ഇന്ന് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെല്ലാം രോഗങ്ങളെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഹാഫിലത്താണ് പൊന്നുമോൾ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിലത്തായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ളൊരു പെൺകുട്ടി, പടച്ചവനെ നിന്ന നിപ്പിന് തലയ്ക്കൊരു വേദന വന്നു, തലയ്ക്കയുടെ ബാക്കിൽ വേദന വന്നു. പിന്നെ വേദന കൂടി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ 2 ദിവസം മുമ്പാണ് വ്യാഴാഴ്ച ളുഹറിൻ്റെ ബാങ്ക് വിളിച്ചപ്പോൾ ആ 14 വയസ്സുകാരി ഉപ്പാടെ മുമ്പിൽ കിടന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗം കണ്ട് യാത്രയായി. അള്ളാഹു പൊന്നുമോൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ഉപ്പ കരയുക, എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം പെട്ടെന്ന് നിന്ന നിപ്പിന് ഇത്രയൊക്കെ ഉള്ള സഹോദര, എന്തെല്ലാം രോഗങ്ങളാണ്. വയനാട് പോയി, പടച്ചവനെ കണ്ടടോ, എന്താ വീടും കൊട്ടാരം ഉണ്ടായിരുന്നവർ, കോടീശ്വരന്മാർ, അള്ളാഹു ഒരുപാട് കൊടുത്തിരുന്നവർ, ഒന്നുമില്ല. ഒരു രാത്രി നേരം വെളുത്തപ്പോൾ ഒന്നും കാണാനില്ല സഹോദര, എല്ലാം പോയി. മയ്യത്തുകൾ പോലുമില്ല, മയ്യത്തുകൾ പോലും ഇന്നും കണ്ടെത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, സദക്ക നിനക്ക് വരാനിരിക്കുന്ന അപകടം, വയല് കഴിഞ്ഞ് പോകുന്ന വണ്ടിയിൽ പോകുമ്പോൾ നിനക്കൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, നിങ്ങൾ കണ്ടതല്ലേ ഡോക്ടറിനെ പഠിക്കുന്ന 5 കുട്ടികൾ, ലക്ഷദ്വീപിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഉൾപ്പെടെ 5 പേരല്ലേ ഒരൊറ്റ നിമിഷം. എന്തെല്ലാം നമ്മൾ കാണുന്നു, പക്ഷെ ചിന്തിക്കുന്നില്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞല്ലോ. എടോ, നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ, അല്ലാ ഇവനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു, പഠിച്ചോനെ ഇവനെയാണോടെ ബക്കറ്റും കൊടുത്തു വിടുന്നത്. നീ അല്ലേ എന്നെ ഷഹീർ, എന്താ നിന്റെ പേര്? ഒരു പേരെന്തോ ഷാഹിദ്. നീ എവിടെ ഇരിട ചങ്ങാതി, നീ സബ് ജൂനിയർ അടുത്ത ഭാവിയിൽ വഴുതെടുത്തേണ്ടവനവൻ, അവൻ ഭാവിയിൽ വഴുതെടുത്തേണ്ടവനാ. ബക്കറ്റ് നീ എവിടെ ഇരുന്നോ? ഷാല്ലാ, ഇനി നീ പോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എടാ, അള്ളാഹിന് ചില അടിമകളുണ്ട്. മുടി വെട്ടണം കേട്ടോ. മാഷാ, എന്താ പേരെന്ത്? അൽഹംദുലില്ലാഹ്, അല്ലാഹു അവനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബക്കറ്റ് എടുത്തുകൊണ്ട് നിൽക്കാൻ ധൈര്യം ഉണ്ടോ? ഇല്ല, പേടി, നാണക്കേട്. ഈ പണിക്ക് നിൽക്കുന്നവന് ലജ്ജ ഉണ്ടാകാൻ പാടില്ല എന്നാ. അതുകൊണ്ടാണ് നമുക്ക് പിരിക്കുമ്പോൾ ഒരു നാണോ ഇല്ല, നിന്ന് പിരിക്കണത്. ഇങ്ങോട്ട് നോക്കിക്കേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ നിങ്ങൾ അല്ലാഹുവോട് പറയണം, അല്ലാ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടച്ചവനെ, ബ്രെയിൻ ട്യൂമർ, കിഡ്നി രോഗം, ലിവർ രോഗം, പടച്ചവനെ അല്ലാഹുവേ എന്നെ കാക്കണേ തമ്പുരാന്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അതുകൊണ്ട് ഈ പരിപാടികളുടെ സംഘാടകരോട് പറയുകയാ, മക്കളെ, ഒരടി പോലും പുറകോട്ട് മാറരുത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ആയുസ് തന്നാൽ അടുത്ത വർഷവും പടച്ചവരെ ഇതുപോലെ വഅദ് വെക്കണം മക്കള്. നല്ല പ്രഭാഷകന്മാരായ ഉസ്താദന്മാരെ വിളിച്ചു കൊണ്ടുവരണം. എന്നിട്ട് വഅദ് വെക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണേ. അതിന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുക اليوم حديد. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പരിപാടി നടത്തുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, പാപങ്ങളാടാ. ഈ വഅദ് നടത്തിയിട്ട് എന്ത് കിട്ടിയാൽ അത് പാപങ്ങൾക്ക് കൊടുക്കുന്നവര്, രോഗികൾക്ക് കൊടുക്കുന്നവര്. മക്കളെ, കളിയാക്കുന്നവന് കളിയാകട്ടെ, കുറ്റം പറയുന്നവന് കുറ്റം പറയട്ടെ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, കാണടാ ചെറുപ്പക്കാരോ, നീ ചെയ്ത നന്മയുടെ പ്രതിഫലം നിനക്ക് കാണണ്ടേ, നീ ചെയ്ത നന്മയുടെ പ്രതിഫലം നിനക്ക് കാണണ്ടേ. വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ സ്വർഗം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും ചെറുപ്പക്കാരാ. സ്വർഗം കണ്ടിട്ട് മരിക്കാമോര്, സ്വർഗം കണ്ടിട്ട് മരിക്കാമോര്. ഈ ബക്കറ്റിന്റെ അകത്ത് 5 നയാ പൈസ ഇടുന്നവരോട് പറയുകയാ, മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ, അല്ലാഹു നിനക്ക് കാണിച്ചു തരും. നീ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ, നീ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ, ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം. ഇനി ആഖിറത്തിലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ. 'لا نريد منكم جزاء ولا شكورا. 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 'لا نر
ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പാപങ്ങളെ സഹായിക്കുന്നവര്, യതീമീങ്ങളെ സഹായിക്കുന്നവര്, ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നവര്, അല്ലാഹു തരുന്ന പ്രതിഫലം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ പരലോകത്ത് നീ പ്രയാസപ്പെടണ്ട, അല്ലാഹുവിന്റെ കോടതിയിൽ നീ കടന്ന് കഷ്ടപ്പെടണ്ട. ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പാപങ്ങളെ സഹായിക്കുന്നവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പറവകളെ പോലെ പറന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവര് സ്വർഗത്തിന്റെ മുൻപിലെത്തുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, നിങ്ങളാരാ, നിങ്ങളാരാ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വന്നല്ലോ. അല്ല റഅയ്തു ഹിസാബ്, നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ ആരാണ്? ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വന്നല്ലോ. നാളെ പറവകളെ പോലെ പറന്നു പോകുന്ന ഒരു വിഭാഗമുണ്ടോ. അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകുമടോ. മലക്കുകൾ പോലും അത്ഭുതത്തോടെ ചോദിക്കുകയാ, നിങ്ങളാരാ, നിങ്ങൾ ചെയ്ത നന്മയേതാ? എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ സഹായിച്ചോ? ഒരു നേരത്തെ അന്നമില്ലാതെ ഒരാൾ പോലും നിങ്ങളുടെ നാട്ടിലെ പട്ടിണി കിടക്കുന്ന അവസ്ഥ വരരുത്. പടച്ചവനെ, ഓരോ രോഗികൾക്ക് ലക്ഷങ്ങളാണ് വേണ്ടത്. പടച്ചവനെ, ഡയാലിസ് ചെയ്യുന്നവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. എത്രയോ ലക്ഷങ്ങളാ സഹോദരാ. അവർക്കൊരു താങ്ങാകണേ, അവർക്കൊരു തണലാകണേ. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം നീ പരലോകത്ത് കടന്ന് കഷ്ടപ്പെടണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹു പറഞ്ഞതാ, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലകാഹും നളറതം വസുറൂറാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹനെ കാണണ്ടേ ചെറുപ്പക്കാരാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹുണ്ടല്ലോ. അല്ലാഹനെ നിനക്ക് കാണണ്ടേ മോനെ? ആ പടച്ചവനെ നിനക്ക് കാണണ്ടേ? അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ചെയ്യണം സഹോദരാ. നീ പറയുന്നത് നിന്റെ നാട്ടിൽ പാവപ്പെട്ടവരില്ല എന്നാ നിനക്കറിയാഞ്ഞിട്ടാണ്. നീയൊന്ന് തിരഞ്ഞു നോക്കാഞ്ഞിട്ടാണ്. നിന്റെ കുടുംബങ്ങളിൽ എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ യതീമീങ്ങളുണ്ട്, എത്രയോ രോഗികളായി കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. റബ്ബേ, ഈ മജ്‌ലിസിലെ ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാ.